ഇന്നൊരു അൺബോക്സിങ്ങും ഒരു ഓഫ് ബോക്സിങ്ങുമാണ്. കാര്യം നമ്മൾ S22 അൾട്രയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് എന്ന നിലയ്ക്ക് നമുക്ക് S25 ഞാൻ പോവുകയാണ്. S22 അൾട്ര ഇതാണ്. കണ്ട ജെംസ് മുട്ടായി പോലത്തെ കളറ് കണ്ട S25 അൾട്ര ടൈറ്റാനിയം ഗ്രേ എന്നാണ് പറയുന്നത്. ആർമർ 4 വിക്ടേഴ്സ് ആർമർ 4 എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇത് കവർ ഇതിനകത്തൊന്നും ഇല്ല കേട്ടാ, എല്ലാ വർഷം പോലെ തന്നെയാണ്. ഇതിനകത്ത് എനിക്കൊന്നും തന്നില്ല. ഇത് കണ്ടില്ലേ, Gen 1-ൻ്റെയാണ്, അതിനകത്ത് ഒന്നുമില്ല. ഇത് തന്നെ, പിന്നെ നമ്മൾ കവറൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് മാത്രം ഇത്. പക്ഷേ നമുക്ക് രണ്ട് ഫോണും ഇത് കർവാണ് 22, ഇത് ബോക്സിയാണ്. പിന്നെ ബോക്സി ഇഷ്ടപ്പെട്ടിട്ടല്ല, കർവ് ഇഷ്ടപ്പെടാഞ്ഞിട്ടുമല്ല, നമുക്ക് നോക്കാം. ഇത് പുതിയ മോഡലല്ലേ, 8 എലീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം. പക്ഷേ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് ചോദിക്കാം, 8 എലൈറ്റിൻ്റെ ചിപ്പ് ഇറങ്ങിയതിൽ വേറെ 2-3 ഫോൺ ഉണ്ട്, അതെടുത്തൂടെ എന്ന് ചോദിക്കാം. പക്ഷേ നമുക്ക് 8 എലീറ്റിൻ്റെ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റിന് 4.4 ആണ് ഇത് ക്ലോക്ക് ചെയ്യുന്നത് ഈ ഫോൺ. പക്ഷേ മറ്റു ഫോണുകൾ ഇതല്ല. ഞാൻ 24-ന് നോക്കിയായിരുന്നു, 24-ൽ നമുക്ക് 3.39 അപ്പോൾ 24 എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലോക്ക് സ്പീഡ് കുറവാണ്, 3.39 ആണ്. ഇത് 4.47 ആണ്. ബട്ട് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വേറെയും ഫോൺ ഉണ്ടല്ലോ, അതെടുക്കാമായിരുന്നു, അതിന് വിലക്കുറവെന്ന് വിചാരിച്ചാൽ അതിന് സ്നാപ്ഡ്രാഗൺ എലീറ്റ് തന്നെയാണ്. പക്ഷേ 4.32 അത് ക്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലോക്കിംഗ് സ്പീഡും ഇതും വ്യത്യാസമുണ്ട്. കുറേ കസ്റ്റമൈസേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സ്ക്രീൻസ്, മറ്റേ നമ്മുടെ വാൾപേപ്പർ തൊട്ട് ഫോൺ ഫുൾ കസ്റ്റമൈസേഷൻ ഇങ്ങനെ നിറച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അടുത്ത റിവ്യൂ ഇടുന്നതായിരിക്കും. ഇത് ഇന്നലെ ഞാൻ എടുത്തതാണ്, പ്രീ ബുക്കിങ്ങിൽ നമുക്ക് കിട്ടിയതാണ്. 512 GB ഗുഡ് ലക്ക് എന്നുള്ള ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കസ്റ്റമൈസേഷൻ്റെ ഒരു പെരുമഴയാന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം അടുത്ത് തന്നെ. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ്ങും ഒരു ഓഫ് ബോക്സിങ്ങുമാണ്. കാര്യം നമ്മൾ S22 അൾട്രയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് എന്ന നിലയ്ക്ക് നമുക്ക് S25 ഞാൻ പോവുകയാണ്. S22 അൾട്ര ഇതാണ്. കണ്ട ജെംസ് മുട്ടായി പോലത്തെ കളറ് കണ്ട S25 അൾട്ര ടൈറ്റാനിയം ഗ്രേ എന്നാണ് പറയുന്നത്. ആർമർ 4 വിക്ടേഴ്സ് ആർമർ 4 എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇവിടെ ഇരുന്നോട്ടെ, ഇത് കവർ ഇതിനകത്തൊന്നും ഇല്ല കേട്ടാ, എല്ലാ വർഷം പോലെ തന്നെയാണ്. ഇതിനകത്ത് എനിക്കൊന്നും തന്നില്ല. ഇത് കണ്ടില്ലേ, Gen 1-ൻ്റെയാണ്, അതിനകത്ത് ഒന്നുമില്ല. ഇത് തന്നെ, പിന്നെ നമ്മൾ കവറൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് മാത്രം ഇത്. പക്ഷേ നമുക്ക് രണ്ട് ഫോണും ഇത് കർവാണ് 22, ഇത് ബോക്സിയാണ്. പിന്നെ ബോക്സി ഇഷ്ടപ്പെട്ടിട്ടല്ല, കർവ് ഇഷ്ടപ്പെടാഞ്ഞിട്ടുമല്ല, നമുക്ക് നോക്കാം. ഇത് പുതിയ മോഡലല്ലേ, 8 എലീറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം. പക്ഷേ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് ചോദിക്കാം, 8 എലൈറ്റിൻ്റെ ചിപ്പ് ഇറങ്ങിയതിൽ വേറെ 2-3 ഫോൺ ഉണ്ട്, അതെടുത്തൂടെ എന്ന് ചോദിക്കാം. പക്ഷേ നമുക്ക് 8 എലീറ്റിൻ്റെ ഇതിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റിന് 4.4 ആണ് ഇത് ക്ലോക്ക് ചെയ്യുന്നത് ഈ ഫോൺ. പക്ഷേ മറ്റു ഫോണുകൾ ഇതല്ല. ഞാൻ 24-ന് നോക്കിയായിരുന്നു, 24-ൽ നമുക്ക് 3.39 അപ്പോൾ 24 എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലോക്ക് സ്പീഡ് കുറവാണ്, 3.39 ആണ്. ഇത് 4.47 ആണ്. ബട്ട് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ വേറെയും ഫോൺ ഉണ്ടല്ലോ, അതെടുക്കാമായിരുന്നു, അതിന് വിലക്കുറവെന്ന് വിചാരിച്ചാൽ അതിന് സ്നാപ്ഡ്രാഗൺ എലീറ്റ് തന്നെയാണ്. പക്ഷേ 4.32 അത് ക്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലോക്കിംഗ് സ്പീഡും ഇതും വ്യത്യാസമുണ്ട്. കുറേ കസ്റ്റമൈസേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സ്ക്രീൻസ്, മറ്റേ നമ്മുടെ വാൾപേപ്പർ തൊട്ട് ഫോൺ ഫുൾ കസ്റ്റമൈസേഷൻ ഇങ്ങനെ നിറച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അടുത്ത റിവ്യൂ ഇടുന്നതായിരിക്കും. ഇത് ഇന്നലെ ഞാൻ എടുത്തതാണ്, പ്രീ ബുക്കിങ്ങിൽ നമുക്ക് കിട്ടിയതാണ്. 512 GB ഗുഡ് ലക്ക് എന്നുള്ള ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കസ്റ്റമൈസേഷൻ്റെ ഒരു പെരുമഴയാന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം അടുത്ത് തന്നെ. ഓക്കെ, ബൈ.